എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായിട്ട് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുളിയിഞ്ചി പിന്നെ മുളകാപ്പച്ചടിയാണ്. രണ്ടും ഏകദേശം ഒരുപോലെയാണ് കാണാൻ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പുളിയിഞ്ചിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയണത്. പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിയുക, അത് 2-3 എടുക്കാം. ഇത് കുറച്ച് അളവാണ് പറയണത്. ഇഞ്ചി ചെറിയൊരു കഷ്ണം തന്നെ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടി മതി, ഒരു 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി അത്ര മതി, 1/4 ടീസ്പൂണൊക്കെ മതി, വളരെ കുറച്ച് മതി. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ കുതിർത്ത് വെക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ചിടാനുള്ള പൊടികൾക്ക് ഉഴുന്നെടുക്കണം, കുറച്ച് ഉഴുന്നാണ് ഉലുവേനേക്കാളും അധികം എടുക്കേണ്ടത്. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണൊക്കെ ഇടാൻ പോകുന്നുള്ളൂ. പിന്നെ കുറച്ച് എള്ള്, ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചിട്ടെടുക്കണം, പൊടിയാക്കി എടുക്കണം. ഇങ്ങനെ പൊടി ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവസാനം അതിലിടാം. ചൂടാറിയതിന് ശേഷം ഇടാവും കേട്ടോ. ഇത് വലിയ അച്ച് ശർക്കരയാണ്. നിങ്ങൾക്ക് 1-2 അച്ചതിൻ്റെ പുളി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടണം. നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ നമുക്ക് ശർക്കര അച്ച് പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 അച്ച് എടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ കറിയിൽ ചേർക്കണ പോലെ ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി. പുളിയിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിടണം, കാരണം ഇത് മധുരമുള്ള ഒരു പുളിയിഞ്ചിയാണല്ലോ. ഇത് വറവിടാനുള്ളതാണ്. വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും വറവിടണം. ഇനി നമുക്ക് ഈ ഇഞ്ചി പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കാം. നല്ലപോലെ ബ്രൗണൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി പുളിയിഞ്ചിക്കുള്ളത്. ഒന്ന് പച്ചമണം മാറിയതിന് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. കുറച്ച് മുളക് പൊടി 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി. അത് ആ വാട്ടുമ്പോൾ ഇട്ടാലും മതി, മറ്റേ ഇഞ്ചിയും പച്ചമുളകും വഴറ്റുമ്പോൾ ഇട്ടാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം പുളിയിൽ കുറച്ച് ഉപ്പുണ്ടാവും. ഇനി ഇത് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. പുളിവെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് പുളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് പാകമാണെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. പുളിവെള്ളം നല്ലപോലെ വെന്ത് ഒന്ന് വെള്ളം ഇതായിട്ടുണ്ട്, നമുക്ക് വെച്ചിട്ട് കൊടുക്കാം. അത് ഒരച്ച് മുറിച്ചിട്ടതാണ്. ഇനി ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിഞ്ചി ഇറക്കി വെച്ചിട്ട് ഒന്ന് വറുത്തിടാം. ഇതിലിനി പൊടികളൊക്കെ നമുക്ക് ചേർക്കണമെങ്കിൽ ഒന്ന് ആറിയിട്ട് വേണം ചേർക്കണമെങ്കിൽ, നല്ലപോലെ ആറട്ടെ. അപ്പോൾ പുളിയിഞ്ചി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവേൻ്റെ പൊടി, എള്ളുപൊടി, ഉഴുന്ന് പൊടി, ഇത് 3 പൊടിച്ച പൊടിയാണ് ഇത് മിക്സ് ചെയ്യാണ്. കുറുക്കം നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. മുളകാപ്പച്ചടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയണത്. ഇതിൽ ഇഞ്ചി ഇല്ല കേട്ടോ, ഇതിൽ മുളകൊന്ന് നെടുകെ വളർന്നതെന്ന് പറഞ്ഞാൽ നടുക്ക് മാത്രം ഒന്ന് കീറി കൊടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ മെയിനായിട്ടുള്ളത്. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതി. മുളകും അങ്ങനെ മതി. ഇൻഗ്രീഡിയൻസ് എല്ലാം പുളിയിഞ്ചിയിൽ ഇതിൽ ഒരുപോലെയാണെങ്കിൽ ഇഞ്ചി ഇല്ലാത്തൊരു വ്യത്യാസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, കാരണം പുളിയിലും ഉപ്പുണ്ടാവും. പിന്നെ ഇത് ശർക്കര ഇട്ട ഐറ്റമായതുകൊണ്ട് കുറേ ഉപ്പായാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് കുറച്ചിടുക. ശർക്കര ആവശ്യത്തിനെടുക്കുക. 1-2 അച്ച്. നമുക്ക് പുളി എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മധുരം കൂട്ടി കൊടുക്കണം. നല്ല പുളിയാണെങ്കിൽ മധുരം കൂട്ടി കൊടുക്കണേ. മുളകാപ്പച്ചടിക്ക് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അച്ചാറ് പോലെ ഇടാനാണത്. വെളിച്ചെണ്ണ ആയാലും ഒരു കുഴപ്പമില്ല, പക്ഷേ വാട്ടണതും നല്ലെണ്ണയിലായിരിക്കണം, അപ്പം വറവിടുന്നതും നല്ലെണ്ണയിലായിരിക്കണം. വെളിച്ചെണ്ണ നല്ലെണ്ണ 2 യൂസ് ചെയ്യരുത് ഉപയോഗിക്കുമ്പോൾ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം, അല്ലെങ്കിൽ നല്ലെണ്ണ മാത്രം. അപ്പം ഞാനിവിടെ നല്ലെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കടുക് പൊട്ടിക്കാൻ കടുക്, ചുവന്ന മുളക്, കറിവേപ്പില എന്നിവ ഉപയോഗിക്കാം. മുളകാപ്പച്ചടിക്ക് നമുക്ക് വറുത്ത് പൊടിച്ചിടുന്ന പൊടികൾ, പച്ചക്കടുകാണ് പണ്ടൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എള്ളിൻ്റെ പൊടി ഇടാം കേട്ടോ. അപ്പോൾ എള്ളുപൊടിയോ അല്ലെങ്കിൽ കടുക് പൊടിയോ ഏതാണെങ്കിൽ, ഇത് പച്ചക്കടുക് പൊടിച്ചതാണ്, മറ്റേ എള്ള് വറുത്ത് പൊടിച്ചത്, ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ രണ്ടും നല്ല തന്നെയാണ്. ഇനി നല്ലെണ്ണയിലാണ് വറവിടുക. കടുകും മുളകും കറിവേപ്പിലയും നല്ലെണ്ണയിൽ നമ്മൾ ഇത് വറവിടണം. മുളകാപ്പച്ചടിക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കീറിയ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം, ഒന്ന് വാട്ടിക്കിട്ടാൻ. മുളകാപ്പച്ചടിക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒന്ന് വറവാകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറിയാൽ മതി, വല്ലാതെ ആവരുത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി നന്നായി മാറ്റിയിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു തരി ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഞാൻ തിളയ്ക്കാനാണ് വയ്ക്കുക.
പുളിവെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി പച്ചമുളക് നല്ലപോലെ ഒന്ന് വേവണം. പുളി നല്ലോണം വേവണം. ഒന്നും ഇങ്ങോട്ട് വെള്ളം പറ്റുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര ഇടുകയാണ്. അത് വലിയ അച്ചാണ്, അപ്പോൾ ഒന്ന് മുറിച്ച് 1.5 കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വറ്റി കിട്ടണം. അത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് വറ്റിയിട്ടുണ്ട്. മുളകാപ്പച്ചടി ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാം. ഇനി ഇത് കുറുകാൻ വേണ്ടി ചിലർ അരിപ്പൊടിയോ മൈദയോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉഴുന്ന് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇനി ഇത് നല്ല പോലെ ആറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇനി മുളകാപ്പച്ചടിയിൽ നമ്മൾ ഉഴുന്ന് പൊടി ഞാൻ പറഞ്ഞു, ഉഴുന്നല്ല, എള്ളുപൊടിയോ അല്ലെങ്കിൽ പച്ചക്കടുക് പൊടിച്ചതോ ആണ് ഇടേണ്ടത്. പിന്നെ കുറച്ച് പച്ചക്കടുക് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഇടുകയാണ്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലും മതി കേട്ടോ. 2 തിരീശിടുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറുകുന്നതിനനുസരിച്ച് പൊടി ചേർത്താൽ മതി. അപ്പം ഇതിപ്പോൾ പാകമായിരിക്കുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല കുറുകിയായിരിക്കണത്. മുളകാപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. മുളകാപ്പച്ചടിയാണിത്. കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും, പക്ഷേ രണ്ടും 2 ടേസ്റ്റാണ്. പുളിയിഞ്ചിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുന്തി നിൽക്കുക. രണ്ടും നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും സദ്യക്ക് എന്തായാലും ട്രൈ ചെയ്യണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.